വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം ഫോർത്ത് സെമസ്റ്റർ മെഡിസിനൽ കെമിസ്ട്രി സബ്ജക്റ്റിൽ ഡ്രഗ് മെറ്റാബോളിസം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രഗ് മെറ്റാബോളിസം, അതിന് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്നും പറയുന്നുണ്ട്. ഒരു ഡ്രഗ് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യണം, അതായത് അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകണം. മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗിൻ്റെ ആക്ഷനെ ടെർമിനേറ്റ് ചെയ്തിട്ട് എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മെറ്റാബോളിസം. ഡ്രഗ് മെറ്റാബോളിസം യൂഷ്വലി ഡീടോക്സിഫിക്കേഷനിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രഗിൻ്റെ എഫക്റ്റിനെ അവിടെ അബോളിഷ് ചെയ്യും. ഒരു ഡ്രഗ് ഓറലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലോട്ട്, അതായത് സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് എൻട്രി ചെയ്യും. അതിനുശേഷം ലിവറിലൂടെ പാസ് ചെയ്യും. ലിവറിൽ പ്രസൻ്റ് ആയിട്ടുള്ള വേരിയസ് എൻസൈംസിൻ്റെ സഹായത്തോടെ ഡ്രഗ് മെറ്റാബോളിസം അവിടെ കോസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് മെറ്റാബോളിസം അല്ലെങ്കിൽ മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതിലെന്താണ്, ഡ്രഗ് മോളിക്യൂള് ബോഡിയിൽ ഓൾട്ടർ ആവുകയാണ് ചെയ്യുക. ഈ മെറ്റാബോളിസം നടക്കുന്നത് വേരിയസ് എൻസൈംസിൻ്റെ പ്രസൻസിലാണ്. ആ എൻസൈംസ് ലിവറിലും കിഡ്നിയിലും ലങ്സിലും GI എപ്പിത്തീലിയത്തിലൊക്കെയാണ് കാണുന്നത്. ഈ എൻസൈംസ് ഡ്രഗ് മോളിക്യൂളിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിലാണ് ഓൾട്ടറേഷൻ വരുത്തുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് എൻസൈമാറ്റിക് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഹ്യൂമൻസ് കഴിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പോളാർ അല്ലെങ്കിൽ ലിപ്പിഡ് സൊലുബിൾ നേച്ചർ ആയിരിക്കും. പോളാർ ഡ്രഗ്സ് ആണെങ്കിൽ ബോഡിയിൽ അബ്സോർബ് ചെയ്തിട്ട് കിഡ്നിയിലൂടെ അൺചേഞ്ച്ഡ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. മോസ്റ്റ് ഡ്രഗ്സും ലിപ്പിഡ് സൊലുബിൾ ആണ്. മെറ്റാബോളിസം ആവശ്യമുണ്ട്. അതേപോലെ മെറ്റാബോളിസം എന്ത് ഹെൽപ്പ് ചെയ്യും? മോർ പോളാർ ആയിട്ടുള്ള ലെസ് ലിപ്പിഡ് സൊലുബിൾ ആയിട്ടുള്ള മെറ്റബോളൈറ്റ്സിനെ ഫോം ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക. ഈ മെറ്റബോളൈറ്റ്സിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈസി ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ സഹായിക്കുന്നുണ്ട്. അടുത്തത് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ഫേസസ് ആണ്. ഫേസ് 1 റിയാക്ഷൻ, അതിനെ തന്നെ ഫങ്ഷണലൈസേഷൻ എന്നും പറയും. ഫേസ് 2 റിയാക്ഷൻ, കോൺജുഗേഷൻ. ഫേസ് 1 റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രഗ് മോളിക്യൂളിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഫേസ് 2 റിയാക്ഷൻ, കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 1 മെറ്റബോളൈറ്റിനെ അല്ലെങ്കിൽ ഡ്രഗിനെ കോൺജുഗേഷൻ ചെയ്യുക. അതായത് ഒന്നുകിൽ ഒരു എൻഡോജീനിയസ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗ്ലൂക്കറോണിക് ആസിഡ്, സൾഫേറ്റ്, ഗ്ലൈസിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് കോൺജുഗേഷൻ, അതായത് ഓൾട്രേഷൻ അറ്റാച്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ സൊലുബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഈസി എക്സ്ക്രീഷന് വേണ്ടിയിട്ട്. ഫേസ് 1 മെറ്റാബോളിക് പാത്വേ, അതിനെ തന്നെ ഫങ്ഷണലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താ, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പാണ് അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് പൊളാരിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് ഉണ്ട്, റിഡക്റ്റീവ് റിയാക്ഷൻസ് ഉണ്ട്, ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ട്. ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി സൈറ്റോക്രോം P450 എൻസൈം ആണ് പെർഫോം ചെയ്യുന്നത് ലിവറിൽ. അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്സിഡേഷൻ ഓഫ് ആരോമാറ്റിക് മോയിറ്റീസ്, ഓക്സിഡേഷൻ ഓഫ് ഒലിഫിൻസ്, ഓക്സിഡേഷൻ അറ്റ് ബെൻസൈലിക് അല്ലൈലിക് കാർബൺ ആറ്റം ആൻഡ് ആൽഫ കാർബൺ ടു കാർബണൈൽ ആൻഡ് ഇമൈൻ, ഓക്സിഡേഷൻ അറ്റ് ആലിഫാറ്റിക് ആൻഡ് ആലിസൈക്ലിക് കാർബൺ ആറ്റം, ഓക്സിഡേഷൻ ഇൻവോൾവിംഗ് കാർബൺ ഹെട്രോ ആറ്റം സിസ്റ്റം, കാർബൺ നൈട്രജൻ സിസ്റ്റം, കാർബൺ ഓക്സിജൻ സിസ്റ്റം, കാർബൺ സൾഫർ സിസ്റ്റം, ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ്, മിസല്ലേനിയസ് ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ്. റിഡക്റ്റീവ് റിയാക്ഷൻസിൽ വരുന്നത് ഇത് നടക്കുക ലോ ഓക്സിജൻ കണ്ടീഷൻ അല്ലെങ്കിൽ എനേറോബിക് എൻവയോൺമെൻറ്റ്സിലാണ്. റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, റിഡക്ഷൻ ഓഫ് നൈട്രോ ആൻഡ് എസോ കോമ്പൗണ്ട്, മിസല്ലേനിയസ് റിഡക്ഷൻ റിയാക്ഷൻ. ഹൈഡ്രോലൈറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ കെമിക്കൽ ബോൺസിനെ വാട്ടർ യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഹൈഡ്രലൈസിസ് ഓഫ് എസ്റ്റർ ആൻഡ് അമൈഡും ഉണ്ട്. ഹൈഡ്രേഷൻ ഓഫ് എപ്പോക്സൈഡ് ആൻഡ് അരീൻ ഓക്സൈഡ് ബൈ എപ്പോക്സൈഡ് ഹൈഡ്രേസ്. ഇനി ഫേസ് 2 മെറ്റാബോളിക് പാത്വേ, അതിനെ കോൺജുഗേഷൻ റിയാക്ഷൻ എന്നും പറയും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രഗിന് അല്ലെങ്കിൽ ഫേസ് 1 മെറ്റാബോളൈറ്റിനെ മോർ പോളാർ ആയിട്ടുള്ള വാട്ടർ സൊലുബിൾ കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. അങ്ങനെ അത് എക്സ്ക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് ഒരു എൻഡോജീനിയസ് പോളാർ മോളിക്യൂളിനെ ഡ്രഗ് മെറ്റാബോളൈറ്റിലോട്ട് അറ്റാച്ച് ചെയ്യുക. അതാണ് കോൺജുഗേഷൻ റിയാക്ഷൻ. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നതാണ് ഗ്ലൂക്കറോണിക് ആസിഡ് കോൺജുഗേഷൻ, സൾഫേറ്റ് കോൺജുഗേഷൻ, അമിനോ ആസിഡ് കോൺജുഗേഷൻ, ഗ്ലൂട്ടാതയോൺ ഓർ മെർകാപ്റ്റോറിക് ആസിഡ് കോൺജുഗേഷൻ, അസറ്റൈലേഷൻ, മീഥൈലേഷൻ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ് 1 റിയാക്ഷൻ ആണ്. അതിൽ ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആരോമാറ്റിക് ആൻഡ് സൈഡ് ചെയിൻ ഹൈഡ്രോക്സിലേഷൻ. ഹൈഡ്രോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആരോമാറ്റിക് റിങ്ങിലോട്ട് അല്ലെങ്കിൽ സൈഡ് ചെയിനിലോട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോക്സിലേഷൻ. ഇവിടെ ഒരു എപ്പോക്സൈഡ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഫിനോളിക് പ്രൊഡക്റ്റ് ഫോം ചെയ്യും.
ഇവിടെ ഒരു ജനറൽ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത് ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബെൻസീൻ റിംഗ് ആണ്. ആൻഡ് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആ ബെൻസീൻ റിംഗ് എപ്പോക്സൈഡ് ഫോം ചെയ്തു. അതായത് ഇവിടെ ഇതാണ് എപ്പോക്സൈഡ് ഫോം ചെയ്തത്. അതിനുശേഷം ഇത് OH ആയിട്ട് മാറി, ഫിനോളിക് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എക്സാമ്പിൾ ആണ് പ്രൊപ്പനോൾ. പ്രൊപ്പനോളിന്റെ സ്ട്രക്ചർ നോക്കുക. 2 ബെൻസീൻ റിംഗ് ഉണ്ട്. OCH2, CHOH, CH2, NH, CH, CH3 ട്വൈസ്. ഇതെന്താ മാറിയിരിക്കുന്നത്? പ്രൊപ്പനോളിന് ഇവിടെ ആദ്യം ഒരു എപ്പോക്സൈഡ് ഫോം ചെയ്തു, ഇന്റർമീഡിയറ്റ് ആയിട്ട് എപ്പോക്സൈഡ് ഫോം ചെയ്തു. അതിനുശേഷം അത് OH ആയിട്ട് 4-ഹൈഡ്രോക്സി പ്രൊപ്പനോൾ എന്നൊരു ഫിനോളിക് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ ആണ് ഫീനോബാർബിറ്റോൺ. ഫീനോബാർബിറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ ഇതിൽ ഇന്റർമീഡിയറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇന്റർമീഡിയറ്റ് വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെയാണ് O വരിക. ഓക്കെ, ഇതാണ് എപ്പോക്സൈഡ്, ഫീനോബാർബിറ്റോണിന്റെ എപ്പോക്സൈഡ്. അതിനുശേഷം അത് OH ആയിട്ട് മാറിയിട്ട് 4-ഹൈഡ്രോക്സി ഫീനോബാർബിറ്റോൺ ആയിട്ട് മാറി. അടുത്തത് പെൻഡോബാർബിറ്റോൺ ആണ്. സെയിം പോലെ തന്നെ എന്താണ്, ഇവിടെ എപ്പോക്സൈഡ് ഫോർമേഷൻ നടന്നിട്ട് ഇവിടെ CHOH ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഹൈഡ്രോക്സി പെൻഡോബാർബിറ്റോൺ ആയിട്ട് മാറും. അടുത്തത് ഓക്സിഡേഷൻ അറ്റ് ബെൻസൈലിക് കാർബൺ ആറ്റം. ബെൻസൈലിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരോമാറ്റിക് റിംഗിലോട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ആണ് ബെൻസൈലിക് കാർബൺ ആറ്റം. ഇത് ആദ്യം ആൽക്കഹോളിക് മെറ്റബിളായിട്ട് ഫോം ചെയ്യും. അതിനെ ആൽഡിഹൈഡ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഫൈനലി കാർബോക്സിലിക് ആസിഡ് ആക്കിയിട്ട് മാറ്റും. എക്സാമ്പിൾ ആണ് ടോൾ ബ്യൂട്ടമൈഡ്. ടോൾ ബ്യൂട്ടമൈഡിന്റെ സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. CH3 ഉണ്ട്, SO2, NHCO, NHC4H9. അതെന്തായിട്ട് മാറും? ഇവിടെ ഈ CH3 മാറിയിട്ട് CH2OH ആയിട്ട് മാറും, ആൽഡിഹൈഡ് ആയിട്ട് മാറും. അതിനുശേഷം ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ COOH ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്, COOH ആയിട്ട് മാറും. ഇതിന്റെ എക്സാമ്പിൾ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. മെറ്റോപ്രലോൾ ഉണ്ട്. മെറ്റോപ്രലോൾ എന്തായിട്ടാണ് മാറുക? ആൽഫ ഹൈഡ്രോക്സി മെറ്റോപ്രലോൾ ആയിട്ട് മാറും. അടുത്തത് ഓക്സിഡേഷൻ അറ്റ് അല്ലൈലിക് കാർബൺ. അല്ലൈലിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C+C അതിനോട് അടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റമാണ്. അതായത് ഒലിഫീനിക് ബോണ്ടിനോട് അടുത്ത് കിടക്കുന്ന കാർബൺ ആറ്റമാണ് അല്ലൈലിക് കാർബൺ. ഇത് ഹൈഡ്രോക്സിലേഷൻ അണ്ടർഗോ ചെയ്യും, ബെൻസൈലിക് കാർബൺ പോലെ തന്നെ. ആൽക്കീനിലും എത്തിലിൻ, ബ്യൂട്ടിലിനൊക്കെ ഇത് കോമൺ ആയിട്ട് നടക്കുന്നതാണ്. ഇതിനെയാണ് ഒലിഫീൻസ് എന്ന് പറയുക, അതായത് ഓയിൽ ലൈക്ക് കോമ്പൗണ്ട് എന്ന് പറയും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹെക്സോബാർബിറ്റോൾ. ഹെക്സോബാർബിറ്റോൾ എന്തായിട്ട് മാറും? 3-ഹൈഡ്രോക്സി ഹെക്സോബാർബിറ്റോൾ ആയിട്ട് മാറുന്നുണ്ട്. അടുത്തത് ഓക്സിഡേഷൻ അറ്റ് ആൽഫ കാർബൺ ടു കാർബണൈൽ ഓർ ഇമിനോ ഗ്രൂപ്പ്. ആൽഫ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണൈൽ ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ ഇമൈൻ ഗ്രൂപ്പിനോടോ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന കാർബൺ ആറ്റം, അതാണ് ആൽഫ കാർബൺ. ഇതും ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഡ്രഗിലോട്ട് പോളാർ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്തിട്ട് മെറ്റബോളിസത്തിനെയും എക്സ്ക്രീഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ ആണ് ഡയസപ്പാം. ഡയസപ്പാം ഹൈഡ്രോക്സി ഡയസപ്പാം ആയിട്ട് മാറും. അതായത് ഇവിടെ ഒരു OH വരും, അപ്പോൾ ഹൈഡ്രോക്സി ഡയസപ്പാം ആയിട്ട് മാറും. അടുത്തത് ഓക്സിഡേറ്റീവ് N&O ഡീആൽക്കൈലേഷൻ. അതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട് ഒരു മെക്കാനിസത്തിൽ. ഫസ്റ്റ് സ്റ്റെപ്പാണ് കാർബൺ ആൽഫേനെ നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ ആയിട്ട് ഹൈഡ്രോക്സിലേഷൻ ചെയ്യും. അതിനുശേഷം അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. N ആൽക്കൈലേഷൻ ആണെങ്കിൽ കാർബിനോളമീൻ ഇൻ്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുക. O ഡീആൽക്കൈലേഷൻ ആണെങ്കിൽ ഹെമി അസറ്റാൽ അല്ലെങ്കിൽ ഹെമി കീറ്റാൽ ഇൻ്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർമീഡിയറ്റ്സ് ക്ലീവേജ് അണ്ടർഗോ ചെയ്തിട്ട് എന്ത് ചെയ്യും? ആൽക്കൈൽ ഗ്രൂപ്പിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് മെറ്റബോളൈറ്റ് ആയിട്ട് ഇവിടെ ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുക. ഡി ആൽക്കൈലേഷനിലാണെങ്കിൽ അമൈൻ ആണ് ഡ്രഗ് മെറ്റബോളൈറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ആദ്യം ഒരു ജനറൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ടെർഷറി അമീൻ, കാർബിനോൾ അമീൻ, സെക്കൻഡറി അമീൻ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബെൻസാംഫീറ്റമീൻ ആണ്. ബെൻസാംഫീറ്റമീൻ എന്തായിട്ട് മാറും? ഡൈമീഥൈലേറ്റഡ് ബെൻസാംഫീറ്റമീൻ ആയിട്ട് മാറും. ഇതാണ് ഓക്സിഡേറ്റീവ് N&O ഡി ആൽക്കൈലേഷൻ. അതിന് വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഹെമി അസറ്റാൽ ഫോർമേഷനും പ്രൈമറി ആൽക്കഹോൾ, അതായത് 2 ഉണ്ട്. N ഡി ആൽക്കൈലേഷൻ്റെ എക്സാമ്പിളാണ് ഇത്. ഇത് O ഡി ആൽക്കൈലേഷൻ്റെ എക്സാമ്പിളാണ് ഇത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൊഡീൻ മോർഫിൻ ആയിട്ട് മാറുന്നത്. അടുത്തതാണ് N ഓക്സിഡേഷൻ ആൻഡ് സൾഫർ ഓക്സിഡേഷൻ. ആദ്യം നമുക്ക് N ഓക്സിഡേഷൻ നോക്കാം. ഇത് പ്രൈമറി ആരോമാറ്റിക് അമീനിലാണ് ഒക്കർ ചെയ്യുക. ഇവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ ഹൈഡ്രോക്സിൽ അമീൻ ഫോർമേഷൻ ഉണ്ടാവും. അതിനുശേഷം അതെന്തായിട്ട് മാറും? നൈട്രോസോ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. എക്സാമ്പിൾ ആണ് ഡാപ്സോൺ. ഡാപ്സോൺ N ഹൈഡ്രോക്സി ഡാപ്സോൺ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഈ NH2 എന്തായിട്ട് മാറും? NHOH ആയിട്ട് മാറും. N ഹൈഡ്രോക്സി ഡാപ്സോൺ ആയിട്ട് മാറും.
അടുത്തത് സൾഫർ ഓക്സിഡേഷൻ ആണ്. എസ് ഓക്സിഡേഷൻ ഓർഗാനോ സൾഫർ കോമ്പൗണ്ട്സിലാണ് കാണുന്നത്. ഇവിടെ സൾഫർ ഓക്സിഡൈസ് ചെയ്തിട്ട് സൾഫോക്സൈഡ് അല്ലെങ്കിൽ സൾഫോൺ ഡെറിവേറ്റീവ്സ് ആയിട്ട് മാറും. എക്സാമ്പിൾ ക്ലോർപ്രൊമാസിൻ ആണ്. ക്ലോർപ്രൊമാസിൻ സൾഫോക്സൈഡ് മെറ്റബോളൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അടുത്തത് ഡീസൾഫ്യൂറേഷൻ. ഡീസൾഫ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സി ഡബിൾ ബോണ്ട് എസിന്റെ റീപ്ലേസ്മെന്റ് ആണ് നടക്കുക വിത്ത് സി ഡബിൾ ബോണ്ട് ഒ ഗ്രൂപ്പ്. ഇതൊരു മേജർ ഓക്സിഡേറ്റീവ് പാത്വേ ആണ്. എന്തിനൊക്കെ? ഫോർ സം തയോ ഫോസ്ഫേറ്റ് ആൻഡ് തയോ ബാർബിറ്റുറേറ്റ് ഡ്രഗ്സ്. എക്സാമ്പിൾ ആണ് തയോ പെൻഡോണും പെൻഡോ ബാർബിറ്റോൺ ആയിട്ട് മാറും. അതേപോലെ പാരാത്തിയോൺ പാരാക്സോൺ ആയിട്ട് മാറുന്നുണ്ട്. ഇവിടെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഈ ഒരു പോർഷനാണ്. ഇവിടെ പി ഡബിൾ ബോണ്ട് എസും ഇവിടെ പി ഡബിൾ ബോണ്ട് ഒയും. അതേപോലെ തയോ പെൻഡോൺ നോക്കുക, പെൻഡോ ബാർബിറ്റോൺ നോക്കുക. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? മെയിനായിട്ട് ഡ്രഗ് മെറ്റാബോളിസത്തിൻ്റെ 2 ഫേസസിൽ ഫസ്റ്റ് ഫേസ് ആയിട്ട് ഫേസ് 1 റിയാക്ഷൻ, അതിൽ ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ ആരോമാറ്റിക് ആൻഡ് സൈഡ് ചെയിൻ ഹൈഡ്രോക്സിലേഷൻ, ഓക്സിഡേഷൻ അറ്റ് ബെൻസൈലിക് കാർബൺ ആറ്റം, ഓക്സിഡേഷൻ അറ്റ് അല്ലൈലിക് കാർബൺ ആറ്റം, ഓക്സിഡേഷൻ അറ്റ് ആൽഫ കാർബൺ ടു കാർബണൈൽ ഓർ ഇമിനോ ഗ്രൂപ്പ്, ഓക്സിഡേറ്റീവ് എൻ ആൻഡ് ഒ ഡി ആൽക്കൈലേഷൻ, എൻ ഓക്സിഡേഷൻ ആൻഡ് സൾഫർ ഓക്സിഡേഷൻ, ഡീസൾഫ്യൂറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ജസ്റ്റ് അറിയിച്ചാൽ മതി. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ നോട്ട്സോ വീഡിയോസോ എന്തെങ്കിലും വേണമെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.